സുധാകരൻ, പി കുഞ്ഞികൃഷ്ണൻ, ടി കെ ഗോവിന്ദൻ CPM-ൽ നിന്ന് പുറത്തുപോയി ജയിച്ചവർ. CPM-ലെ സീനിയർ നേതാവായിരുന്ന ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്നാണ് UDF-ന്റെ പിന്തുണയോടെ നിയമസഭയിലെത്തിയത്. വടകര MLA ഒരർത്ഥത്തിൽ CPM വിമതയാണ്. പിണറായി വിജയനെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉയർത്തുന്ന പൊതുപ്രവർത്തക. ഒരു കൗതുകമുള്ള കാര്യമാണ് ഇനി പറയുന്നത്. LDF ദയനീയമായി പരാജയപ്പെട്ട് UDF അധികാരം പിടിച്ചപ്പോൾ KK രമയെ സ്പീക്കറാക്കണം എന്നാവശ്യപ്പെട്ടവരുണ്ട്. നേരത്തെ KK രമ ആദ്യമായി നിയമസഭയിൽ എത്തിയപ്പോഴും പിണറായി വിജയനുമായുള്ള ഇന്ററാക്ഷനുകൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. KK രമ സ്പീക്കറായാൽ സ്പീക്കർക്ക് മുന്നിൽ വിധേയരായി പിണറായി വിജയൻ നിൽക്കുമല്ലോ എന്നാണ് ഈ ആവശ്യം ഉയർത്തിയവർ നൽകിയ വിശദീകരണം. എന്നാൽ KK രമ സ്പീക്കറാവില്ല, മന്ത്രിയുമാകില്ല. ജി സുധാകരനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കേണ്ടതുണ്ട്. മെയ് 21-നാണ് സത്യപ്രതിജ്ഞ. 22-ാം തീയതിയാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുക. 21-ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിനായി ഒരു പ്രോടൈം സ്പീക്കറെ നിയമിക്കും. മുതിർന്ന CPM-ലെ മുൻ നേതാവായ മുൻ മന്ത്രി കൂടിയായ ജി സുധാകരനെയാണ് പ്രോടൈം സ്പീക്കറാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പിണറായി വിജയൻ KK രമ ഇന്ററാക്ഷൻ പോലെ പിണറായി വിജയൻ ജി സുധാകരൻ ഇന്ററാക്ഷനും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ജി സുധാകരൻ കാണിച്ചത് ചെറ്റത്തരം എന്നാണ് പിണറായി പറഞ്ഞത്. പിന്നാലെ പിണറായി സുധാകരനെ ചെറ്റി എന്ന് വിളിച്ചതായി നരേറ്റീവ് വന്നു. വലിയ കോലാഹലം ഉണ്ടായി. ജി സുധാകരൻ പാർട്ടി വിട്ടത് ആലപ്പുഴയിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായതായി CPM ജില്ലാ നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട്. ജി സുധാകരനെ പാർട്ടിയിൽ നിലനിർത്തുകയും അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യണമായിരുന്നുവെന്നാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. CPM-ന്റെ LDF-ന്റെ ക്യാപ്റ്റനായിരുന്ന പിണറായി വിജയനെതിരെയുള്ള വിമർശനം കൂടിയാണിത്. ഈ സാഹചര്യത്തിൽ നിയമസഭയിലെ സുധാകരന്റെ സാന്നിധ്യം CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല, എന്തും തുറന്നടിക്കുന്ന സുധാകരന്റെ സ്വഭാവം നിയമസഭയിൽ CPM-ന് വലിയ തലവേദനയായി മാറിയേക്കാം. ഇനി സത്യപ്രതിജ്ഞയിലേക്ക് വരാം. വെറും MLA ആയ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് പ്രോടൈം സ്പീക്കറായ ജി സുധാകരനെ വണങ്ങിയാണ്. എന്തൊരു സന്ദർഭമായിരിക്കുന്നത്! ജി സുധാകരന്റെ മുന്നിലെത്തി വണങ്ങിയ ശേഷം വേണം പിണറായിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ. സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കുമ്പോൾ പിണറായി അത് ഏറ്റുപറയണം. പിണറായി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അതുതന്നെയാകും.